ഓൺ വോയിസ് ആയതുകൊണ്ട് എന്തെങ്കിലും സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു തരണം. ഇതാണ് ഞാൻ ഈ ഓൺ വോയിസ് എടുക്കാത്തത്, വേറൊന്നുമല്ല. കിളികളുടെ പറഞ്ഞില്ലേ, പറഞ്ഞ താമസം വന്നിട്ടുണ്ട്. ഈ കിളി കഴിഞ്ഞ ഈ കിളികളുടെ സൗണ്ട് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കണം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കുറച്ച് ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൺ വോയിസ് ആയതുകൊണ്ട് എന്തെങ്കിലും സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു തരണം. ഇതാണ് ഞാൻ ഈ ഓൺ വോയിസ് എടുക്കാത്തത്, വേറൊന്നുമല്ല. കിളികളുടെ പറഞ്ഞില്ലേ, പറഞ്ഞ താമസം വന്നിട്ടുണ്ട്. ഈ കിളി കഴിഞ്ഞ ഈ കിളികളുടെ സൗണ്ട് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽ ആണ്. നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? മുടിയൊക്കെ കൂടി ഞാൻ ബാക്കിലേക്ക് പിടിച്ച് കെട്ടിയേക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉടക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉടക്കൊക്കെ ഒന്ന് കളയാം. ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടാണ് ഉടക്ക് കളയുന്നത്. അപ്പം ഉടക്കൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ വലുതായിട്ട് ഉടക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമുക്ക് ഫസ്റ്റിലത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഈ ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പം എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചു തരാൻ ഞാൻ നോക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പണ്ട് പഫ് ഹെയർ സ്റ്റൈൽ ചെയ്യുമായിരുന്നല്ലോ. പണ്ടല്ല, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. ഞാൻ നേരത്തെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ഹെയർ സ്റ്റൈലായിരുന്നു ഈ ഒരു പഫ് ഹെയർ സ്റ്റൈല്. ഇതിന് ഞങ്ങൾ ഹമ്പ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവർ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പഫ് ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഈസി ആയിട്ട് നമ്മൾ സാധാരണ ഈ ഒരു പഫ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്, അതിൻ്റെ ഒരു പഫ് വെക്കുന്നൊരു സുനയുണ്ട്. ആ സുന വാങ്ങിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യാറ്. അതില്ലാതെ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് രണ്ട് സൈഡിൽ നിന്ന് മുടിയെടുത്തിട്ട് അത് ഒരുമിച്ച് ബാക്കിലേക്ക് പിടിച്ചിട്ട് ചീവി കൊടുക്കണം. ചീവി കൊടുത്തിട്ട് ആ ബാക്കിൽ നിന്ന് കുറച്ച് ചുരുട്ടിയെടുത്തിട്ട് അത് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു പഫ് പോലെ ഇരിക്കും. അത് അവിടെ ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു സ്ലൈഡോ വല്ലതും വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനവിടെ ടിക് ക്ലിപ്പാണ് കുത്തിയത്. അതിനുശേഷം നമുക്ക് ഒന്നുകിലും മുടിയെല്ലാം കൂടെ വാരി പിടിച്ച് ഇങ്ങനെ കെട്ടാം. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ സ്പ്രിങ് മസ്റ്റാണ്. ഞാൻ ഏത് ഹെയർ സ്റ്റൈൽ ചെയ്താലും ഫ്രണ്ടിൽ സ്പ്രിങ് ഇടാറുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ വാരി പിടിച്ച് കെട്ടാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുടി എടുക്കത്തില്ലേ, കുറച്ച് മുടി എടുത്തിട്ട് ബാക്കി മുടി വിട്ടിട്ട് നമുക്കിങ്ങനെ അഴിച്ച് ഇങ്ങനെ ഇടത്തില്ലേ, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ് ഇത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മുടെ ആ ഒരു പഫൊക്കെ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു പഫിൻ്റെ ആ ഒരു സുനയൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് പഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തത് രണ്ടാമത്തെ ഹെയർ സ്റ്റൈലാണ്. രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലും ഇടയ്ക്ക് ചെയ്യുന്ന ഹെയർ സ്റ്റൈലായിരുന്നു. ഇപ്പോൾ വലുതായിട്ട് ചെയ്യുന്നില്ല. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹെയർ സ്റ്റൈലായിരുന്നു ഇത്. ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കെല്ലാം അറിയാവുന്നൊരു ഹെയർ സ്റ്റൈൽ തന്നെയാണ്. ഇതും സെൻറ്റർ പാർട്ടീഷൻ തന്നെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് അത് പിരിച്ച് ബാക്കിലേക്ക് വെച്ചിട്ട് നമുക്കൊരു ടിക് ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ആ ഒരു സെൻറ്റർ പാർട്ടീഷൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് മുടി എടുത്തിട്ട് അത് ബാക്കിലേക്ക് നന്നായിട്ട് ചീവി കൊടുത്തതിന് ശേഷം ആ മുടി ഒന്ന് ചെറുതായിട്ട് പിരിച്ചു കൊടുത്തിട്ട് ബാക്കിൽ വെച്ചിട്ട് ഒരു ടിക് ക്ലിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ സ്ലൈഡോ കമ്പി സ്ലൈഡോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ഹെയർ സ്റ്റൈലും ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഒട്ടുമിക്ക ആൾക്കാരെല്ലാം ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അപ്പം നമുക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് മുടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അഴിച്ചിടാം. പിന്നെ ഫ്രണ്ടിൽ സ്പ്രിങ് ഇടുന്നത്, അത് നമ്മൾ ഏതൊരു ഹെയർ സ്റ്റൈൽ ചെയ്താലും നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് സ്പ്രിങ് ഇങ്ങനെ നമ്മൾ അതിടുവാണെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയായിരിക്കും കാണാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടാം. അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും പിടിച്ചിട്ട് ബാക്കിലേക്ക് കെട്ടാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. ഇനി അടുത്ത നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാം. മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്യുന്നത് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാണ് കേട്ടോ.
അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ആ സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് അത് നമ്മൾ ഒന്ന് പിന്നി കൊടുക്കുക. ചിലരതിന് മെടഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളതിന് പിന്നി കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മുടി ഫുള്ളായിട്ട് നമുക്കൊന്ന് പിന്നി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പിന്നി കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. പക്ഷേ ഞാനിത് എങ്ങും ഇതുവരെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ട് പോയിട്ടില്ല. ഇപ്പം ഈയിടെയായിട്ട് ഞാൻ ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈലാണിത്. ഇതുവരെ എങ്ങും പോകാനൊരു അവസരം എനിക്ക് കിട്ടിയില്ല. എവിടെയെങ്കിലും പോകുമ്പം ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഫ്രണ്ടിലെടുത്ത മുടി നന്നായിട്ട് പിന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആ മുടി ഏറെക്കുറെ ഫുള്ള് പിന്നി കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചെറിയ നമ്മുടെ ഒരു ബാൻഡില്ലേ, ചെറിയ ബാൻഡ്, റബ്ബർ ബാൻഡ് പോലത്തെ അങ്ങനത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പുഴുവോ എന്തെങ്കിലും തലയിൽ ആ ഒരു മുടി എടുത്ത് നമ്മൾ പിന്നിയതിൻ്റെ താഴെയായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബാക്കിയുള്ള മുടി ഫുള്ള് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ആ പിന്നിയ മുടി ബാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ബാക്കിലത്തെ സൈഡിൽ വെച്ചിട്ട് നമ്മളൊരു ക്ലിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ടിക് ക്ലിപ്പ് വെച്ചിട്ടോ അത് എന്ത് ക്ലിപ്പായാലും കുഴപ്പമില്ല. ഞാനിവിടെ കമ്പി സ്ലൈഡ് വെച്ചിട്ടാണ് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ടിക് ക്ലിപ്പിനേക്കാളും ഒന്നുകൂടെ നല്ലത് കമ്പി സ്ലൈഡാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അപ്പുറത്തോട്ടിട്ട മുടി തിരിച്ചിടുമ്പോഴത്തേക്കിനും നമ്മുടെ മുടി കയറി കുരുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കമ്പി സ്ലൈഡാണ് കുത്തി കൊടുത്തത്. ഇതാണ് നമ്മുടെ ആ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നന്നായിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പുറത്ത് കിടക്കുന്ന മുടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അഴിച്ച് ഓപ്പൺ ഹെയർ ആയിട്ട് ഇടാവുന്നതാണ്. നല്ല ഭംഗിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇനിയും നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കിനും സാരി ഉടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മോഡേൺ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആണെങ്കിലോ നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ചെയ്തിട്ട് നമ്മൾ ട്രഡീഷണലായിട്ട് ഒരുങ്ങുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കിനും കുറേ നേരം നമുക്ക് മുടിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനില്ല ുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കുറേ ഹെയർ സ്റ്റൈലാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെൻറ്റർ പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടത്. നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ ചെയ്തിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തുനിന്ന് നമ്മൾ കുറച്ച് മുടിയെടുത്ത് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് അതൊന്ന് പിരിച്ചിട്ട് അവിടെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ചെവിയുടെ സൈഡ് വരെയും അങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ബാക്കിലേക്ക് പിടിച്ചിട്ട് അങ്ങനെ പിരിച്ചിട്ട് ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. അത് എത്ര എണ്ണം വേണമെന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അളവ് കുറച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ഞാൻ 4 എണ്ണമാണ് ചെയ്തത്. ചില സമയം ഞാൻ 3 എണ്ണം ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുടി എടുത്തിട്ട് 5 6 ഒക്കെ ചെയ്യാൻ നല്ലതായിരിക്കും. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ എണ്ണം കൂട്ടുമ്പോഴത്തേക്കിനും നമ്മുടെ തലയിൽ ക്ലിപ്പിൻ്റെ എണ്ണവും കൂടും. അത് കാണുമ്പോഴത്തേക്കിനും ഒരുമാതിരി ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് എടുക്കാതെ കുറച്ചെടുത്തിട്ട് അങ്ങനെ പിരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ പിരിച്ചു കൊടുത്തിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ആദ്യത്തത് ഞാൻ എടുത്തിട്ട് ബാക്കിലേക്ക് പിടിച്ചിട്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. തമ്പുരാൻ അറിയാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോന്നും ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തത് ഞാൻ ബാക്കിലേക്ക് പിടിച്ചിട്ട് അത് പിരിച്ചിട്ട് അവിടെ ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത മുടിയും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ബാക്കിലേക്ക് വെച്ചിട്ട് അത് ഞാൻ പിരിച്ചു കൊടുത്തിട്ട് അതും ഞാൻ സെക്യൂർ ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ നമ്മൾക്ക് എത്ര എണ്ണമാണോ ആവശ്യം അത്രയും നമ്മൾ അങ്ങനെ ബാക്കിലേക്ക് എടുത്തിട്ട് പിരിച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ടിരിക്കുന്നൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പം ഈസി ആയിട്ട്, ഞാൻ പിന്നെയും പറയുകയാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ സ്റ്റൈലാണിത്. ഇതും ഇപ്പം ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ചെയ്ത് വരുന്നൊരു ഹെയർ സ്റ്റൈലാണ്. നേരത്തെ ഒന്നും ഈ ഒരു ഹെയർ സ്റ്റൈൽ വലുതായിട്ട് ആരും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരും ഈസി ആയത് കാരണം നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എന്നാൽ നല്ല ലുക്കും തോന്നിക്കും, എന്നാൽ ഈസിയും ആയതുകൊണ്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണിത്. അപ്പോൾ നമ്മൾ ബാക്കിലേക്കൊക്കെ വെച്ചു, ക്ലിപ്പൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പ്രിങ് ഇടുമ്പോൾ നമ്മൾ ഏതൊരു ഹെയർ സ്റ്റൈൽ ചെയ്താലും അതൊരു വേറെ ലുക്കാവും. ഇതാണ് ഫൈനൽ ലുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്കിനിയും അടുത്ത ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാം.
അടുത്തത് ഈ ഒരു ഹെയർ സ്റ്റൈൽ, ഇത് പുതിയ ഹെയർ സ്റ്റൈലൊന്നും അല്ല, ഇത് പഴയ ഹെയർ സ്റ്റൈലാണ്. എനിക്ക് ആക്ച്വലി ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു, ഞാൻ പഠിച്ചത് ഇപ്പോഴാണ്. ഇത് ഈസി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഭയങ്കര പാടാണെന്നാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെൻറ്റർ പാർട്ടീഷനാണ് എടുക്കുന്നത്. സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് കുറച്ച് മുടി എടുത്തിട്ട്, നമ്മൾ കുളിപ്പിന്നലൊക്കെ പിന്നാനായിട്ട് എടുക്കുന്ന പോലത്തെ കുറച്ച് മുടി എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ നിന്നുള്ള മുടി ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി കൊടുക്കണം. ആ മുടി മാറ്റി കൊടുക്കുമ്പോഴത്തേക്കിനും ബാക്കിയുള്ളത് കുരുങ്ങാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ആ മുടിയുടെ അടിയിൽ വേണം ഒരു ക്ലിപ്പ് ഇട്ടിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പുറത്തെ സൈഡ് ഞാൻ ഏറെക്കുറെ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഈ സൈഡൂടെ അങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈനലിൽ മനസ്സിലാവും ഇത് എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ആണെന്ന്. ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു ചെയ്യുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷേ നല്ല അടിപൊളി ഒരു ഹെയർ സ്റ്റൈലാണിത്. ഇപ്പുറത്തും നമ്മൾ അതുപോലെ മുടി മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കുളിപ്പിന്നൽ എടുക്കുന്ന പോലെ മുടി എടുത്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്ലിപ്പ് കുത്തി കഴിഞ്ഞിട്ട് ആ മേളിലേക്ക് മാറ്റി വെച്ച മുടി തിരിച്ച് താഴേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ സ്റ്റൈൽ. സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലുള്ള ബാക്കി മുടി ഓപ്പൺ ഹെയർ ആയിട്ട് ഇടാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് മുടി വന്ന് ഇറിറ്റേറ്റ് ചെയ്യുമോ എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ബാക്കിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും, നമ്മുടെ ഹെയർ ഓപ്പൺ ഹെയർ ആയിട്ട് കിടക്കുന്ന കാണാൻ. പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ സ്റ്റൈൽ തന്നെയാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ, നമുക്ക് ചുരിദാറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്താൽ. പിന്നെ സ്പ്രിങ് ഇടാൻ മറക്കരുത്. നമ്മൾ എത്ര ഊള ഹെയർ സ്റ്റൈലാണെങ്കിലും സ്പ്രിങ് ഇടുമ്പം ആ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ലുക്കേ മാറും, വേറെ ലെവൽ ഹെയർ സ്റ്റൈലാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആയിരുന്നു. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഹെയർ സ്റ്റൈലുകളൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾ ഓർക്കും ഇത്രയും സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഇത്ര വലിയ കാര്യത്തിൽ വന്ന് പറഞ്ഞ് ചെയ്ത് കാണിച്ചതെന്ന്. നമുക്ക് എല്ലാവർക്കും എല്ലാ ഹെയർ സ്റ്റൈലും അറിയണമെന്നില്ല. ഒരു ചെറിയ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, അതുപോലും അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്കാണെങ്കിൽ വലുതായിട്ട് ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ നേരത്തെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഹെയർ സ്റ്റൈലാണ് ഫസ്റ്റ് കാണിച്ച ആ പഫിൻ്റെത്. അതായിരുന്നു എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു, എടി നിനക്ക് ഈ ഹെയർ സ്റ്റൈൽ ചേരുന്നില്ല, നീ ഇതൊന്ന് മാറ്റി പിടിക്ക്. കാരണം എൻ്റെ ഫേസ് നീണ്ട ഫേസ്, അപ്പം ഞാൻ ആ പഫ് കൂടെ ചെയ്യുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ മുഖം നീണ്ടതാവും. വട്ട മുഖമുള്ള ആൾക്കാർക്കൊക്കെ ആ പഫ് നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ആ ഒരു ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ട് വേറെ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങി. ഞാൻ ഈ ഒരു സെൻറ്റർ പാർട്ടീഷൻ ഒന്നും ഞാൻ ചെയ്യത്തേ ഇല്ലായിരുന്നു. എനിക്ക് ചേരത്തില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യായിരുന്നു. ഒട്ടുമിക്ക ആൾക്കാരും വേറെ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ചിന്തയുണ്ട്, നമുക്ക് ആ ഹെയർ സ്റ്റൈൽ ചെയ്താൽ ചേരത്തില്ല, അല്ലെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ ചെയ്താൽ ചേരത്തില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ ഹെയർ സ്റ്റൈൽ ഒന്നും ട്രൈ ചെയ്യാത്തത്. ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുക്കും, സൈഡ് പാർട്ടീഷൻ എടുക്കും, എല്ലാം ചെയ്ത് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പം എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമായിരുന്നു എനിക്കത് ചേരത്തില്ല എന്നുള്ളത്. അങ്ങനെ ഞാനിപ്പം ആ ഒരു പഫ് വലുതായിട്ട് ചെയ്യത്തില്ല, അത് എനിക്ക് ചേരത്തില്ലാത്തത് കൊണ്ടാണ്. കാരണം എൻ്റെ ഫേസ് നീണ്ടതല്ലേ, അതുകൊണ്ടാണ്. ആ ഒരു പഫ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആ ഒരു പഫ് വെക്കുന്ന ആ ഒരു സുനയൊന്നും വാങ്ങിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് 2 ക്ലിപ്പ് ഉപയോഗിച്ച് തന്നെ ഈസി ആയിട്ട് പഫ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ആ ഒരു പഫ് പോലും ചെയ്തെടുക്കാൻ പറ്റാത്ത ആൾക്കാർ കുറച്ച് പേരെങ്കിലും കാണും. അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ടൈം കാണത്തില്ല, നല്ല ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് ഒരുപാട് നേരം ഹെയറൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കാനുള്ള ടൈം കാണത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് ഹെയർ സ്റ്റൈലാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതും എന്നാൽ കണ്ടാൽ കുറച്ച് ഭംഗിയായിട്ട് തോന്നുന്നതുമായിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈലാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നോടം വരെ എല്ലാവർക്കും ബൈ ബൈ.